ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് സമുച്ചയങ്ങൾ ഉയർന്നാലും അതിലൂടെ സനാതന ധർമ്മത്തിന്റെ നിർവഹണം പൂർണ്ണമാകണമെങ്കിൽ അത് സമൂഹത്തിലെ സാമ്പത്തികമായി താഴെക്കിടയിലുള്ളവർക്ക് കൂടി താങ്ങും തണലുമാകുമ്പോഴാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കുവപ്പടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തിയായ ക്ഷേത്ര കവാടം, ഭജനാമഠം, ഗസ്റ്റ് ഹൗസ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് സമുച്ചയങ്ങൾ ഉയർന്നാലും അത് ഭക്തജനങ്ങളുടെയും സനാതന ധർമ്മത്തിൻ്റെ നിർവഹണം എന്നത് പൂർണ്ണമാവണമെങ്കിൽ സർവസമൂഹത്തിനും അത് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ ചില നിർദ്ദേശങ്ങളുണ്ടാവും, ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ആചാരവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ആ ഭഗവാന്റെ പേരിൽ ഒരുക്കപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും ബൃഹത്തായ ഒരു സമൂഹത്തിന് അതിൽ ഒരു വേർതിരിവ് മാത്രമുണ്ടാവുന്നത് നല്ലത്. സാമ്പത്തികമായി താഴേക്കിടയിൽ പെടുന്നവർക്ക് താങ്ങും തണലുമാവണം. മറ്റൊരു മാനദണ്ഡവും പരിഗണിക്കപ്പെടേണ്ടതില്ല. ജാതി അടിസ്ഥാനത്തിൽ ഒരു പരിഗണനയും പാടില്ല എന്നുള്ളതാണ്. പെരുമ്പാവൂർ MLA മനോജ് മുത്തേടൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ക്ഷേത്ര നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ഒക്കൽ ഇന്ദ്രപ്രസ്ഥ ബിൽഡേഴ്സ് ഉടമ ബിബിൻ KS, മുഖ്യശില്പിയായ CT മാരിയപ്പൻ, ക്ഷേത്രം പ്രസിഡന്റ് H പത്മനാഭൻ, സെക്രട്ടറി M കൃഷ്ണ അയ്യർ, ക്ഷേത്രം ഉപദേഷ്ടാവ് MS ഗണപതി അയ്യർ, മുൻ മേൽശാന്തി M ലക്ഷ്മൺ അയ്യർ, മേൽശാന്തിമാരായ മഹേഷ് ലക്ഷ്മണൻ, K ലക്ഷ്മണൻ എന്നിവരെ ആദരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് H പത്മനാഭൻ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ക്ഷേത്രം സെക്രട്ടറി M കൃഷ്ണയ്യർ കുവപ്പടി, പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരീക്കൽ, വാർഡ് മെമ്പർമാരായ ഗിരീഷ് മാധവൻ, സ്റ്റെല്ല സാജു, പവിഴം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ NP ആന്റണി, കേരള ബ്രാഹ്മണ സഭ എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ES വാസുദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം രാമചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി മുൻ പ്രസിഡന്റ് KGV പതി, ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ലൈഫ് മലയാളം, പെരുമ്പാവൂർ.